ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചോറിന് സൈഡ് ഡിഷായിട്ടൊരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ചോറിന് ഒരുപാട് കൂട്ടാനുകളൊന്നും ഇല്ലാത്ത ദിവസം ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇത് മാത്രം മതി, വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്കൊരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ ഇത് മതിയാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു മുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഉപ്പും മുളക് പൊടിയും ഒക്കെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 3 മുട്ടയാണ് കേട്ടോ ഞാനിവിടെ പൊരിച്ചെടുക്കുന്നത്. ഇപ്പോൾ 2 എണ്ണം പൊരിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മറുവശം കൂടെ ഒന്ന് പൊരിച്ചെടുക്കുക. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ മറിച്ചിടാം കേട്ടോ. നമ്മളിത് മുറിച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഒരു മുട്ടയും കൂടെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മുട്ട വേണ്ടത് അതിനനുസരിച്ചിട്ട് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മുട്ട വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. മുഴുവനായിട്ടും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് സമയം അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും കേട്ടോ. ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അടച്ചു വെച്ച് കഴിയുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് നമുക്കൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ടൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് മിക്സായിട്ട് വരാനാണ്. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊരു 3 മിനിറ്റ് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ട പീസിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും. അപ്പോൾ ഇവിടെ 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. മുമ്പ് ഇതുപോലെ തയ്യാറാക്കി നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇതുപോലെ സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്